ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആ ഒരു മെസ്സേജ് വന്നത്. ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടായിരുന്നു, പക്ഷെ ഞാനാണെങ്കിൽ അത് മറന്നും പോയി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചെയ്ത് തീർക്കണമല്ലോ, ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യും വേണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ChatGPT ഉപയോഗിക്കാമെന്ന്. വെറുതെ കളഞ്ഞ ടൈം ഉണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് തന്നെ അത് എഴുതായിരുന്നു. പക്ഷെ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ എഴുതിയാലേ ഒരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ അവർ നല്ല അടിപൊളിയായിട്ട് സംഭവമൊക്കെ എഴുതി തന്നു. ഇനി ഈ കിട്ടിയ റിസൾട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോപ്പി ലീക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കി. അഥവാ ടീച്ചർ ചെക്ക് ചെയ്താൽ പെട്ടില്ലേ. ഏതായാലും നോക്കിയാൽ നന്നായി. 100% AI ആണ്. കോപ്പി ലിങ്ക്സിന് വരെ മനസ്സിലായി. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ എനിക്ക് വേറൊരു വെബ്സൈറ്റ് പറഞ്ഞു തന്നത്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ് ബൈപ്പാസ് GPT. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് AI ടെക്സ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് തരുന്നത് മാത്രമല്ല, അതിനെ ഹ്യൂമണൈസ് ചെയ്ത് തരും. എന്ന് വെച്ചാൽ മറ്റുള്ള AI എഡിറ്റേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാക്കി തരുന്ന ഒരു വെബ്സൈറ്റാണ് ബൈപ്പാസ് GPT. നമുക്ക് ChatGPT ഉണ്ടാക്കി തന്ന ആ ഒരു സെയിം ടെക്സ്റ്റിനെ ഒന്നും കൂടി ഒന്ന് ഹ്യൂമണൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവർ തന്നിട്ടുള്ള റിസൾട്ടിനെ നമുക്ക് കോപ്പി ലീക്സിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല, ഞാൻ കോപ്പി ലീക്സിൽ പേസ്റ്റ് ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് കോൺഫിഡൻ്റ് ആണ് ഇതൊരു ഹ്യൂമൺ എഴുതിയതാണ്, അല്ലാതെ ഇത് AI ഒന്നും ചെയ്തതല്ലാണ് അവർ കോൺഫിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പേടിയില്ലാതെ ഈ പ്രൊജക്റ്റിനെ പ്രിൻ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം ഇതേപോലെയുള്ള വെബ്സൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.